പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് എപ്സൻ്റെ ന്യൂ മോഡൽ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിൻ്ററായ എപ്സൺ L3251 എന്ന പ്രിൻ്ററിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ളൊരു ഫുൾ വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് അടുത്തുള്ള എപ്സൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിലോ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം. അവരുടെ എഞ്ചിനീയർ വന്നാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷനും അൺബോക്സും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ചെയ്തു തരുന്നതാണ്. എങ്കിൽ മാത്രമേ കറക്റ്റ് വാറൻറ്റി കിട്ടുകയുള്ളൂ. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രിൻ്ററിൻ്റെ ഏകദേശം സ്പെസിഫിക്കേഷൻ പ്രിൻ്ററിൻ്റെ ബോക്സിൻ്റെ പുറത്ത് തന്നെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രിൻ്റ്, കോപ്പി സ്കാൻ, വൈഫൈ അങ്ങനെ എല്ലാം ഉണ്ട് എന്നുള്ള ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ബോക്സിൻ്റെ പുറത്ത് തന്നെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. നേരെ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ മേലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യൂസർ മാനുവലും എല്ലാം ഉള്ളൊരു കിറ്റാണ്. അവിടെ നിങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പർ കാണാൻ സാധിക്കും. ഈ ഒരു ടോൾ ഫ്രീ നമ്പറിലാണ് നിങ്ങൾ ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യേണ്ടത്. പിന്നെ ഡ്രൈവർ സീഡിയും പിന്നെ യൂസർ മാനുവലൊക്കെ ബാക്കിയെല്ലാം ആ പാക്കിങ്ങിലാണ് ഉള്ളത്. ജസ്റ്റ് അതൊന്ന് മാറ്റി വെക്കുന്നു. അതിനുശേഷം ഇതൊരു USB കേബിളാണ്. നിങ്ങൾക്ക് പ്രിൻ്ററും കമ്പ്യൂട്ടറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നത്. ഇത് പവർ കേബിൾ, അത് പ്രിൻ്റർ ഓണാക്കാൻ കറണ്ട് വരാൻ വേണ്ടിയിട്ട് പാസ് ചെയ്യുന്ന കേബിൾ. പിന്നെ 4 സെറ്റ് ഇങ്ക് ബോട്ടിലും കൂടെ വരുന്നതാണ്. അതെല്ലാം ജസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇത് 2 തെർമോകോപ്പീസിൽ ഒഴിവാക്കിയാണ്ട് പ്രിൻ്റർ ബോക്സിൽ നിന്നും പുറത്തോട്ട് എടുക്കുകയാണ്. അങ്ങനെ പ്രിൻ്റർ ബോക്സിൽ നിന്ന് പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇനി ആദ്യം ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് ഇവിടെ കുറേ ബ്ലൂ കളർ സ്റ്റിക്കേഴ്സ് കാണാൻ സാധിക്കും. കംപ്ലീറ്റ്ലി ആ ബ്ലൂ കളർ സ്റ്റിക്കർ റിമൂവ് ചെയ്യണം. അല്ലാതെ ഒരിക്കലും പവർ കേബിൾ കണക്ട് ചെയ്ത് പ്രിൻ്റർ ഓൺ ആക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോരോ സ്റ്റിക്കർ റിമൂവ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു മോഡൽ പ്രിൻ്റർ ഓൺലൈൻ പീസാണ്. ഓൺലൈൻ വഴിയാണ് നിങ്ങൾക്ക് ഈ മോഡൽ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. ഇങ്ക് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ പ്രിൻ്റർ വാങ്ങി ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇങ്ക് വാങ്ങുന്ന സമയത്ത് നെക്സ്റ്റ് ടൈം നിങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ഇങ്ക് വാങ്ങുന്നത് കഴിയുന്നതും ഓൺലൈനിൽ നിന്ന് വാങ്ങാതിരിക്കാൻ നോക്കുക. ഇനി ഓൺലൈനായാലും ശരി, ഓഫ്ലൈൻ അതായത് നാട്ടിലെ ഷോപ്പിലായാലും ശരി, ഇങ്ക് വാങ്ങുമ്പോൾ ഒറിജിനൽ ഇങ്ക് തന്നെ ചോദിച്ച് വാങ്ങണം. ഒരിക്കലും വില കുറഞ്ഞ ഇങ്കുകളോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് മറ്റ് ബ്രാൻഡുകളോ ഇങ്കുകളോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അത് നിങ്ങളെ പ്രിൻ്ററിൻ്റെ വാറൻറ്റി കട്ടാവുന്ന മാത്രമല്ല, നിങ്ങളെ പ്രിൻ്ററിൻ്റെ പ്രിൻറ്റിങ് ക്വാളിറ്റി തന്നെ മാറുന്നതാണ്. പിന്നെ അത് റെഡിയായി വരാൻ വലിയൊരു എമൗണ്ടിലേക്ക് പോകും. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം ബ്ലൂ സ്റ്റിക്കേഴ്സ് എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം പ്രിൻ്ററിൻ്റെ കൂടെ 4 ഇങ്ക് ബോട്ടിൽ കൂടെ വന്നിട്ടുണ്ട്. 4 ബോട്ടിൽ കാണാം. ബ്ലാക്ക്, സിയാൻ, മജന്ത, യെല്ലോ, അങ്ങനെ 4 ബോട്ടിലാണ് കൂടെ വരുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് ഇങ്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം ഒരു ബോട്ടിൽ എടുക്കുക. അതിൻ്റെ ഈ കാണുന്ന ഈ പാക്കിംഗ് കവർ റിമൂവ് ചെയ്യണം. എല്ലാത്തിനും 4 ബോട്ടിലും അതേപോലെ പാക്കിംഗ് കവർ ഉണ്ടായിരിക്കുന്നതാണ്. അത് ജസ്റ്റ് റിമൂവ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണുന്ന ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുക. ഇവിടെയാണ് ടാങ്ക് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓരോരോ ടാങ്കിൻ്റെ അവിടെ ഓരോരോ കളർ കോഡുകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ മോഡൽ പ്രിൻ്ററിന് 003 സീരീസ് ഇങ്കാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി ആദ്യം സിയാൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ബോട്ടിലിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ബോട്ടിലെടുത്ത് നേരെ ടാങ്കിലേക്ക് ജസ്റ്റ് ഇതേപോലെ ലോഡ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുക. ഈ ടാങ്കിലേക്ക് വെക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. നിങ്ങൾ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു മോഡൽ പ്രിൻ്ററിനുള്ള അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇങ്ക് മാറി ഒഴിക്കും എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. കാരണം അതിൻ്റേതായ ടാങ്കിലേക്ക് ആ കളർ ടാങ്കിലേക്ക് ആ കളർ മാത്രമേ അതിലേക്ക് ഇങ്ക് ഫില്ലാവുകയുള്ളൂ. സപ്പോസ് സിയാൻ കൊണ്ടുപോയാണ് നിങ്ങൾ അറിയാതെ ബ്ലാക്ക് ടാങ്കിലോ യെല്ലോ ടാങ്കിലോ മജന്ത ടാങ്കിലോ കൊണ്ടുപോയാണെങ്കിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഏകദേശം നമ്മൾ സിയാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഇങ്ക് ബാലൻസ് ഉണ്ടാവും. അത് നിങ്ങൾ 1 ആഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ടാങ്കിൻ്റെ ടോപ്പ് നേരെ ക്ലോസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഫില്ല് ചെയ്യേണ്ടത് മജന്ത ടാങ്കാണ്. അപ്പോൾ മജന്ത ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. ബോട്ടിൽ എടുക്കുന്നു. ബോട്ടിലിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ടതേപോലെ തന്നെ ടാങ്കിലേക്ക് നേരെ ഇതേപോലെ ബോട്ടിൽ വെക്കുക. ഓട്ടോമാറ്റിക്കായി തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്.
അങ്ങനെ മജന്ത ടാങ്കും ഫില്ലായിട്ടുണ്ട്. അത് നേരെ ബോട്ടിലിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യുക. നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും ഇങ്ക് കുറച്ച് ബാലൻസ് ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ടാങ്ക് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ യെല്ലോ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തു. ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ബോട്ടിലിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്യുക. അതിന് ശേഷം നേരെ നമ്മൾ എന്ത് ചെയ്യുക, ആ ബോട്ടിൽ നേരെ ടാങ്കിലേക്ക് ഇറക്കി വെക്കുക. ഓട്ടോമാറ്റിക്കായി തന്നെ ഇങ്ക് ഫില്ലാവുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക് വാങ്ങുന്ന സമയത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇതേപോലെ ഫില്ലാവാൻ ബുദ്ധിമുട്ടാണ്. പല സീരീസ് ഇങ്കുകളും കാണാൻ സാധിക്കും, പല ടൈപ്പ് ബോട്ടിൽസും കാണാൻ സാധിക്കും. അധികം ഡ്യൂപ്ലിക്കേറ്റ് ഇങ്കിന് ഇത് ഫില്ല് ചെയ്യൽ വളരെ പോസിബിൾ അല്ല. ടാങ്കിൽ ഒന്നായിട്ട് ലീക്കേജ് ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ അതുമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒറിജിനൽ ഇങ്ക് യൂസ് ചെയ്യാൻ പറയുന്നത്. പിന്നെ ഹെഡിനും നല്ലതല്ല ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ക്, അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. യെല്ലോ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബോട്ടിലെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. നേരെ ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത് ബ്ലാക്കിൻ്റെ ടാങ്കാണ്. ബ്ലാക്കിൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഈ മോഡൽ പ്രിൻ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു ഇങ്കാണ് ബ്ലാക്ക് ഇങ്ക്. കാരണം ആദ്യം കഴിയുന്നതും മിക്കവാറും ബ്ലാക്ക് ഇങ്ക് ആയിരിക്കും. കാരണം മറ്റ് ഇങ്കുകൾക്കൊക്കെ മിക്സിംഗ് ആയിട്ട് വേണ്ടത് ഈ ബ്ലാക്ക് ഇങ്കാണ് വേണ്ടത്. അപ്പോൾ അതാണ് ആദ്യം ചിലപ്പോൾ ബ്ലാക്ക് കഴിയാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ ഡോക്യുമെൻ്റ് അധികം ബ്ലാക്ക് ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ആ ബോട്ടിൽ നേരെ നമ്മൾ ആ ടാങ്കിലേക്ക് ഫില്ല് വെച്ചിട്ടുണ്ട്. ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ആരോ മാർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ആരോ മാർക്കിൻ്റെ അവിടെ എത്തുന്ന സമയത്താണ്, അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ആ ഒരു പൊസിഷൻ എത്തുന്ന സമയത്താണ് ഇങ്ക് ഫില്ല് ചെയ്യേണ്ടത്. ഒരിക്കലും ഇങ്ക് ലോ ലെവലിൻ്റെ താഴെ എംപ്റ്റി ആവാൻ പാടില്ല. അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അടുത്തുള്ള ടെക്നീഷ്യനെ വിളിച്ചാണ് പിന്നെ അവർ സർവീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഇങ്കും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ടാങ്കും ഫില്ലായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ടിൽ കാണാൻ സാധിക്കും. നമ്മൾ ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യുന്നു. മെയിൻ ടാങ്കിൻ്റെ ടോപ്പും ക്ലോസ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പ്രിൻ്റർ പവർ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. 4 ടാങ്കും ഫില്ലായിട്ട് കാണാൻ സാധിക്കും. പ്രിൻ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബാക്കിലാണ് നമ്മൾ പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട് വരുന്നത്. നേരെ പവർ കേബിൾ എടുക്കുന്നു, നേരെ അതിലൂടെ കണക്ട് ചെയ്യുന്നു. പ്രിൻ്റർ ഓൺ ആക്കുക. എന്നിട്ട് ജസ്റ്റ് പവർ ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടി തന്നെ പ്രിൻ്റർ ഓണായി വരുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ സമയത്തും അതേപോലെ പ്രിൻ്റർ ഉപയോഗിക്കുന്ന സമയത്തെല്ലാം ഒരു ബാക്കപ്പ് സോഴ്സിലേക്ക് കണക്ട് ചെയ്തിരിക്കണം. അതായത് ചെറിയ കമ്പ്യൂട്ടർ UPS അല്ലെങ്കിൽ ഇൻവെർട്ടറിലേക്കൊക്കെ മസ്റ്റായിട്ട് കണക്ട് ചെയ്യണം. ഒറ്റയടിക്ക് കറണ്ട് പോകുന്നതോടുകൂടി പ്രിൻ്റർ ഓഫ് ആകാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓണായി കഴിഞ്ഞാൽ ചെറിയൊരു ലോഡിങ് ഉണ്ടാവും. ആ ലോഡിങ് ഇതേപോലെ പവർ ലൈറ്റ് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ആദ്യമായിട്ട് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ 2 വാണിംഗ് മെസ്സേജ് ഉണ്ടാവും. അതിലൊരു ഇങ്ക് ഡ്രോപ്പിൻ്റെ സിമ്പിൾസ് ഉണ്ടല്ലേ, ആ ഒരു സിമ്പിൾസിൻ്റെ അവിടെ ഒരു ഓറഞ്ച് ലൈറ്റ് കളർ ഓൺ ആവുന്നതാണ്. അത് ഓൺ ആവുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. യെസ്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഇതൊരിക്കലും എറർ അല്ല. അത് ഫസ്റ്റ് പ്രൊസീജിയർ ചെയ്യാനുള്ളൊരു കമാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണത്. അപ്പോൾ അവിടെ കാണുന്ന ബട്ടൺ ഒരു 5 സെക്കൻഡ് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ അതിന് ശേഷം ഇതേപോലെ ആ ലൈറ്റ് ഓണായി പവർ ലൈറ്റ് ഓണാവും. ഇതിങ്ങനെ മാറി മാറി ഓണായിക്കൊണ്ടിരിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ കൈയെടുക്കുക. ഈ ഒരു പ്രോസസ്സ് ഏകദേശം ഒരു 12 മിനിറ്റോളം ഉണ്ടാവും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും പവർ ഓഫ് ആവാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ആവറേജ് ഒരു 12 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പവർ ലൈറ്റ് മാത്രം സ്റ്റഡിയായി നിൽക്കുന്നത് കാണാൻ സാധിക്കും. കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ ചെയ്ത ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ സെറ്റപ്പ് എല്ലാം കംപ്ലീറ്റഡ് ആണ് എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്താണ്ട് പ്രിൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞാൽ കഴിയുന്നതും അടുത്തുള്ള എപ്സൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിലോ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിലോ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യുക. അവരുടെ എഞ്ചിനീയർ വന്നാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷനും അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ചെയ്ത് തരുന്നതാണ്. എങ്കിൽ മാത്രമേ കറക്റ്റ് വാറൻറ്റി കിട്ടുകയുള്ളൂ. അപ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.